Hello friends. Namala simple future, form, negative, yes or no question. Today we have WH questions. WH questions means WH begins with the WH word. WH words you know. What, when, where, which, how, why, how many, how far, how long, how often. These are the WH words with which you start a WH question. Now WH questions, difference between WH questions and yes or no questions. Yes or no questions answer will be either yes or no. And yes or no questions begin with auxiliary. Is, are, was, were, has, have, had, shall, will, can, etc. Okay. But in WH questions, you are asking a question. WH questions നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു പുതിയ ഇൻഫർമേഷൻ വേണം. മറ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. പക്ഷേ WH ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരു പുതിയ ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷന് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ വാട്ട്, എന്ത്, വേർ, എവിടെ, വെൻ, എപ്പോൾ, വൈ, എന്തുകൊണ്ട്, ഹൗ, എങ്ങനെ, ഹു, ആര്, ഹും, ആരോട്, ഹൂസ്, ആരുടെ, ഹൗ മെനി, എത്ര, ഹൗ ലോങ്, എത്ര നേരം, ഹൗ ഫാർ, എത്ര ദൂരം, ഹൗ മച്ച്, എന്ത് മാത്രം, അതായത് ക്വാണ്ടിറ്റി, ഹൗ മച്ച്. അതുപോലെ തന്നെ ഹൗ ഫാർ, ഹൗ ലോങ് പറഞ്ഞു നമ്മൾ. പിന്നെ ഹൗ ഓഫൺ, എത്ര പ്രാവശ്യം. ഇതൊക്കെയാണ് WH വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ WH വേർഡ്സ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ WH ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു പുതിയ ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തരുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സിംപ്ലിഫൈ ചെയ്യാം. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനായി ഞാൻ മാറ്റണം. എന്നിട്ട് എന്താണ് വേണ്ടത്, അതിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കണം. ആ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക. അപ്പോൾ അതൊരു WH ക്വസ്റ്റ്യനാണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാര്യം, WH എന്ന് പറയുന്ന വാക്ക്, WH എന്ന ലെറ്റേഴ്സ് കൊണ്ടാണ് ആ വാക്കുകൾ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഹൗ എങ്ങനെയാണ്? ഉണ്ടല്ലോ, HW. അതിനകത്ത് ചില ശകലം മാറിപ്പോയത് വരും. W അവസാനം H ആദ്യം വരത്തേ ഉള്ളൂ. പക്ഷേ WH ഉണ്ട്, മനസ്സിലാവും. ഓക്കെ. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് പോയപ്പോൾ മനസ്സിലാകും, കൂടുതൽ മനസ്സിലാവും. ഇതുണ്ടോ, ആദ്യത്തെ എക്സാമ്പിൾ ഉണ്ടോ? ദേ വിൽ പ്ലേ കാർഡ്സ്. നമുക്ക് അറിയേണ്ടത് ഈ ഓബ്ജക്റ്റാണ്. ഇപ്പം ദേ വിൽ പ്ലേ കാർഡ്സ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക. അപ്പം വിൽ ദേ പ്ലേ കാർഡ്സ്. ഇനി കാർഡ്സിന് പകരമുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കണം. അതായത് ഒരു ഓബ്ജക്റ്റാണ്. അപ്പോൾ വാട്ട്, എന്തെന്നുള്ളതാണ്. അത് ആദ്യം എഴുതുക. അപ്പം വാട്ട് വിൽ ദേ പ്ലേ, വാട്ട് വിൽ ദേ പ്ലേ, വാട്ട് വിൽ ദേ പ്ലേ ഉണ്ടോ, ക്വസ്റ്റ്യൻ ഉണ്ടോ. രണ്ടാമത്തെ നോക്കി, ഹി വിൽ ഗോ ഹോം ടുമോറോ. ഇപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ്? ഹോം, എവിടെ. എവിടെ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്നാണ് വേർ. ആദ്യം ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നേരിട്ടങ്ങ് WH ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകണം. അപ്പം വിൽ ഹി ഗോ ഹോം ടുമോറോ. ഇപ്പം വേണ്ടിയ ഇൻഫർമേഷൻ ഇതാണ്. ഇതിന് പകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുമ്പോൾ അതിനെ ആദ്യം കൊണ്ടുവരിക. എന്നിട്ട് ഇത് മാറ്റണം കേട്ടോ. അല്ലാതെ നമ്മൾ വെൻ വിൽ ഹി ഗോ ഹോം, when will he where will he go home tomorrow എന്ന് പറയാൻ പറ്റത്തില്ല. സ്ഥലമല്ല, സ്ഥലമാകുമ്പോൾ വേറെ. he will go home tomorrow. where will he go tomorrow?
അപ്പോൾ ആൻസർ എന്ത് വരും? ഹി വിൽ ഗോ ഹോം ടുമോറോ. They will play cards. What will they play? Answer is they will play cards. The മൂന്നാമത്തെ same. She will arrive in the morning. Will she arrive in the morning? നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഇൻ ദ മോർണിംഗ് എന്നാണ്. അപ്പോൾ സമയമാണ്. സമയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേര് ഏതാണ്? വെൻ. വെൻ വിൽ ഷീ അറൈവ്? വെൻ വിൽ ഷീ അറൈവ് ഇൻ ദ മോർണിംഗ് എഴുതരുത്. ഇൻ ദ മോർണിംഗിന് പകരമാണ് നമ്മൾ വെൻ എഴുതുന്നത്. മനസ്സിലായി? ഓക്കെ. ലാസ്റ്റ് ഉണ്ടോ? ദേ വിൽ ടേക്ക് 11 books. അപ്പം നമുക്ക് എണ്ണമാണ് വേണ്ടത്. എണ്ണത്തിൻ്റെ ക്വസ്റ്റ്യൻ പേര് ഏതാണ്? ഹൗ മെനി. അപ്പം വിൽ ദേ ടേക്ക് 11 books? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവും. നമ്മൾ അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേര് ഹൗ മെനി ബുക്സ് വിൽ ദേ ടേക്ക്? മനസ്സിലായി? ഇങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സാധാരണയായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഒരു സെൻറ്റൻസ് എന്നിട്ട് പറയും ഫോം ആൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. സോറി, അങ്ങനെ വരും. ഫോം എ WH ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇൻഫർമേഷൻ വേണ്ടതെന്ന് കാണുക. സമയമാണെങ്കിൽ വെൻ, ഒരു ചൂസിങ് ആണെങ്കിൽ വിച്ച്, ഒരു സ്ഥലമാണെങ്കിൽ വേർ, സമയമാണെങ്കിൽ വെൻ, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ വാട്ട്. പിന്നത്തെ എല്ലാം ഇങ്ങനെ ദൂരമാണെങ്കിൽ ഹൗ ഫാർ എന്ന് തോന്നും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സിമ്പിൾ അല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. ബൈ.